നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസം. അതുമാത്രമല്ല, ഇന്ന് പൗർണമി തിഥിയും ചൊവ്വാഴ്ചയും ചേർന്നു വരുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചാണെങ്കിലും സാധാരണ പൗർണമി, അമാവാസ, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം പോലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രങ്ങൾ ജപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താന്ത്രിക വഴിപാട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന് അതീതമായ ഫലമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഏത് കാര്യങ്ങളായിക്കോട്ടെ, ആ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രജപം നിങ്ങൾ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെറും 15 മിനിറ്റ് മാത്രം മതി. ഒരുപാട് സമയം ഒന്നും തന്നെ വേണ്ട. വെറും 15 മിനിറ്റ് ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കുവാൻ ഇന്ന് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും അത് ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് പൂർണ്ണമായും ഒരു മന്ത്രജപമാണ്. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ശുദ്ധമായി ഇരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതായത് ഇന്ന് നമുക്ക് പൂജാമുറിയിൽ, ഗ്രഹണ സമയത്ത് പൂജാമുറിയിൽ ദീപം തെളിയിക്കാൻ സാധിക്കില്ല, ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രജപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രജപം കഴിവതും എല്ലാവരും തന്നെ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വേറെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ കഴിവതും നമുക്ക് ഇത് ജപിക്കാവുന്നതാണ്. ഇനി നോൺ വെജ് കഴിച്ചു പോയി എന്ന് പറയുന്നവരാണെങ്കിൽ ഒന്ന് കുളിച്ചതിന് ശേഷമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഏതാണ് ആ മന്ത്രം എന്ന് കാണുന്നതിന് മുന്നേ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് കാണാം. അതായത് ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സമയം 3:20 മുതൽക്ക് 6:47 വരെയുള്ള സമയമാണ്. അതായത് ഇന്ന് വൈകുന്നേരം 3:20 തുടങ്ങുന്ന ചന്ദ്രഗ്രഹണം വൈകുന്നേരം 6:47 വരെയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6:15 തുടങ്ങും, അതുപോലെ തന്നെ 6:45 അവസാനിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇടയിലുള്ള സമയത്താണ് ഗ്രഹണ സമയമായിട്ട് ഇന്ത്യയിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ വെറും ഒരു 15 മിനിറ്റ്, ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട, പൂജാമുറിയിൽ കയറാൻ സാധിക്കുമെങ്കിൽ, ദീപമൊന്നും തെളിയിക്കാൻ പറ്റിയില്ല എങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അഥവാ അതിനും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇത് ചൊല്ലാം. ഓഫീസിലാണെങ്കിലും യാത്രകൾക്കിടയിലാണെങ്കിലും ഹോസ്റ്റൽ മുറികളിലാണെങ്കിലും എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു മന്ത്രജപം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ പോലും മന്ത്രിക്കുന്ന മന്ത്രം എന്നറിയപ്പെടുന്ന നമ്മുടെ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രജപമാണ് ഇന്ന് ചൊല്ലേണ്ടത്. എത്ര തവണ ചൊല്ലണം? നിങ്ങൾക്ക് എണ്ണമൊന്നും കണക്കാക്കേണ്ട കാര്യമേ ഇല്ല. 15 മിനിറ്റ് തുടർച്ചയായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ, അതായത് ഫോൺ പോലും ഇല്ലാതിരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അഥവാ നമ്മൾ ഓഫീസിലിരുന്നുകൊണ്ട് ഇത്രയും നേരം നമുക്ക് എടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ 21 പ്രാവശ്യം നമുക്കിത് ചൊല്ലാവുന്നതാണ്. നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും നടന്നു കിട്ടാത്ത ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു ആഗ്രഹമുണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏതാഗ്രഹമാണോ ആ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഭഗവാന്റെ തിരുരൂപം നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ഇരുന്ന ഇടത്ത് ഇരുന്നു തന്നെ നമുക്ക് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ഉറക്കെ തന്നെ, അതായത് വായ്വിട്ടു തന്നെ ചൊല്ലാവുന്നതാണ്. ഇനി മനസ്സിലാണ് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഓം ശിവായ നമഃ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് രാത്രി 33 പ്രാവശ്യം, ഞാൻ നേരത്തെ ഒരു സ്വിച്ച് വേർഡ് എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു, അതിന് പകരമായിട്ടോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾക്ക് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ എഴുതാവുന്നതാണ്. ഈ 33 ദിവസവും ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം 33 പ്രാവശ്യം എഴുതിയാലും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കും ശിവഭഗവാൻ. ചോദിച്ചതെന്തും ആർക്കും തന്നനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ ശിവഭഗവാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അസുരന്മാർക്ക് പോലും വരം കൊടുത്തനുഗ്രഹിക്കുന്ന ഭഗവാനായ ശിവഭഗവാനെ നമുക്ക് ഓം നമഃ ശിവായ എന്നുള്ള പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തീർത്താൽ തീരാത്ത കടം പ്രശ്നങ്ങളാണെങ്കിൽ തീർന്നു കിട്ടും.
അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഒരുപാട് ദിവസങ്ങളായി ഒരു അസുഖം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്, ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു നോക്കി യാതൊരു തരത്തിലുള്ള ഫലവും ഇല്ല എന്ന് പറയുന്നവർക്ക് ഏറ്റവും ഉള്ള ഒരു മറുമരുന്ന് എന്നാണ് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രത്തെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ തടസ്സങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ജോലി കിട്ടുന്നില്ല, പഠിപ്പ് മക്കൾക്ക് ശരിയായ രീതിയിൽ വരുന്നില്ല, വീട്ടിലെപ്പോഴും വഴക്കും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ, ഒരു സമാധാനം പോലുമില്ല, ഉറങ്ങുമ്പോൾ പോലും സമാധാനത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഇന്ന് ഈ ഗ്രഹണ ദിവസത്തിൽ നിങ്ങൾ ഈ മന്ത്രം മറക്കാതെ ചൊല്ലുക. ഇനി ഒരു പക്ഷേ 6:47 നമുക്ക് ഈ വീഡിയോ കാണുവാൻ സാധിച്ചില്ല, ഞങ്ങൾ എന്തു ചെയ്യണം? ഒരു കുഴപ്പവുമില്ല, രാത്രി 12 മണിക്കുള്ളിൽ ഈ മന്ത്രം ജപിച്ച് കിടക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും, ആ കാര്യം നിറവേറി കിട്ടും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക, തീർച്ചയായും ഫലം ലഭിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇന്ന് എന്നല്ല, എല്ലാ ദിവസങ്ങളിലും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ജപിക്കും തോറും നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നെഗറ്റിവിറ്റി എന്നൊന്നുണ്ടെങ്കിൽ അതില്ലാതാക്കി തരുന്ന ഏറ്റവും അത്ഭുതകരമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം. ഈ മന്ത്രം ജപിക്കും തോറും നമ്മുടെ ആ ഒരു മനസ്സിലുണ്ടാകുന്ന നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു പുതുജീവൻ ഉണ്ടാകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഏത് ദിവസങ്ങളിൽ ചൊല്ലിയാലും പരിപൂർണമായ ഫലം തരുന്ന ഈ മന്ത്രത്തെ ഗ്രഹണ ദിവസങ്ങളിൽ ചൊല്ലുന്ന സമയത്ത് ഇരട്ടി ഫലം നമ്മളെ തേടി വരുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ മറക്കാതെ ഈ മന്ത്രം ചൊല്ലുക. എത്ര വലിയ തിരക്കാണെങ്കിലും ഒരു 15 മിനിറ്റ് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ള കാര്യം ഞാനിവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.